ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 11, ശ്ലോക 10. തതഃ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയൻ ത്വാം ഭക്തൈകദൃശ്യഃ സകകൃപാനിധേ ത്വം നിരുന്തിരോഗാൻ മരുദാലയേശ. തതഃ അങ്ങനെ, ജലേശാത് വരുണനെ തേടി, സദൃശം ഒത്ത എതിരാളിയായിട്ട്, ഭവന്തം ഭഗവാന്, നിശമ്യ കേട്ടിട്ട്, ഭബ്രാമ ചുറ്റിത്തിരിഞ്ഞ്, ഗവേഷയൻ തേടി നടന്ന്, ത്വാം ഭഗവാനെ, ഭക്തൈക ദൃശ്യ സഹ ഭക്തന്മാർക്ക് ദർശിക്കാൻ സാധിക്കുന്നു, ത്വം ഭഗവാൻ, കൃപാനിധേ ദയാലുവായ, രോഗാൻ രോഗത്തെ, നിരുന്തി തടുക്കേണമേ മരുതാലയേശ ഗുരുവായൂരപ്പ. അപ്പോൾ ഈ ദശകത്തിൽ എങ്ങനെയാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിൻ്റെയും ജനനം നടന്നത്, അതിന് കാരണം എന്താണ്, അതിനുശേഷം അവർ രണ്ടുപേരും എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഈ ജന്മത്തിൽ ഉള്ള അവതാരം എടുത്തത്, അതിനുശേഷം അങ്ങനെ ആ ഒരു ഹിരണ്യാക്ഷൻ വളരെ ഭയങ്കരമായ ഒരു സ്വഭാവത്തോടു കൂടി വരികയും ആ തനിക്ക് ഒറ്റ ഒരു എതിരാളിയെ തേടി നടക്കുകയും അങ്ങനെ വരുണനെ തേടി ആ എതിരാളി ആരാണെന്ന് മനസ്സിലാക്കി, അപ്പോൾ വരുണൻ ഭഗവാനാണെന്ന് കാണിച്ചു കൊടുക്കുകയും ആ ഭഗവാനെ തേടി ചുറ്റിത്തിരിഞ്ഞു നടന്നു ആ ഹിരണ്യാക്ഷൻ. അതിനുശേഷം ഇങ്ങനെ ഭഗവാനെ ഭക്തന്മാർക്ക് മാത്രമേ പൂർണ്ണമായി ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത്രയും ദയാലുവായ ഭഗവാൻ എൻ്റെ എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കണമേ എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്ത്വാം ഭക്തൈകദൃശ്യസ്യ കൃപാനിധേ ത്വം നിരുന്തിരോഗാൻ മരുദാലയേശ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. താങ്ക് യു.